ഹായ്, നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞു തന്ന കാര്യമാണ് ബിസിനസ് അക്കൗണ്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അത് കണ്ടപ്പോൾ എന്നോട് ഒരുപാട് പേര് സംശയങ്ങളായിട്ട് വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് അത് പറഞ്ഞു തന്നേക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമുക്ക് കാനറ ബാങ്കിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാട്ടോ. ഈ കാണുന്നതാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ കാനറ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ്, ഏതൊക്കെ ബാങ്കിൻ്റെ ആണ്, പിന്നെ എന്താണോ നിങ്ങൾ കൊടുക്കുന്നത്, കറണ്ട് അക്കൗണ്ട് ആണോ, എന്താണോ ഡീറ്റെയിൽസ്, അത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഈ ചെക്ക് ലിസ്റ്റിൽ മെൻഷൻഡ് ആണ്. അതനുസരിച്ചാട്ടോ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഇത് ആപ്ലിക്കേഷൻ ഫോമാണ്. ഈ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് നമുക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് പേഴ്സൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിലെന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമ്മുടെ കമ്പനിയുടെ പേര്, നമ്മൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നില കളക്ഷൻസ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അഡ്രസ്സ് എന്താണോ അത് ഞാൻ ഉദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സാട്ടോ നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതിൻ്റെ താഴെ പ്രൊപ്പർട്ടിഷിപ്പാണോ, പാർട്ട്ണർഷിപ്പാണോ, ഇൻഡിവിജ്വൽ ആണോ, അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുന്നത് നമ്മൾ പ്രൊപ്പർട്ടിഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഫോൺ നമ്പർ ഉണ്ട് കണ്ടോ. ഇവിടെ ഒരു ഫോൺ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഫോൺ നമ്പർ കൊടുക്കുന്ന കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചേക്കാം. ഇതിനകത്ത് കൊടുക്കേണ്ട ഫോൺ നമ്പർ നിങ്ങളുടെ കമ്പനി മൊബൈൽ നമ്പർ ആട്ടോ. ഇതിനകത്തായിരിക്കും നിങ്ങൾ ഈ പറയുന്ന പോലെ GPay നമ്പർ ലിങ്ക് ചെയ്യുന്നതും ബാക്കി എന്ത് കമ്പനിയുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതും ഈ ക്രിയേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചായിട്ട് ഇരിക്കുന്നത്. പിന്നെ ഇത് വരുന്നത് കോമൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ട്, ഇപ്പം എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഞാൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ പേരിലെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളതാണ്. ഇത് മാത്രമായിട്ടൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിൻ്റെ കൂടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ പേജിൻ്റെ പേരിൽ, അതായത് നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു നെയിം സ്ലിപ്പ് വേണം, അതായത് നെയിം കാർഡ് വേണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ എൻ്റെ നില കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബോർഡ് എൻ്റെ കയ്യിൽ കീപ്പ് ചെയ്യണം. പിന്നെ വേണ്ടത് ഒരു സ്റ്റാമ്പാണ്. അതായത് നിങ്ങൾ മിക്കവാറും നമ്മൾ സീലില്ലേ, സീല്, അതിനാണ് സ്റ്റാമ്പ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. സീൽ ആവശ്യമാണ്, കമ്പൽസറി ആയിട്ട് അവർ പറയുന്ന കാര്യമാണ്. സീല് വേണം. അതുപോലെ തന്നെ നെയിം ബോർഡ് ആവശ്യമാണ്. നമ്മൾ ബാങ്കിൽ ചെന്ന് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവർ നമ്മളോട് പറയും, അവർ ഡയറക്റ്റ് നമ്മുടെ ഫേമിൽ വരും, അവിടെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയാം നമ്മൾ ഉദ്യം രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണ്, നമ്മൾ സിംഗിൾ ഓണേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ അവർ നമ്മൾ ഡയറക്റ്റ് വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവർ പോകും. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം അറിയേണ്ടത്, ഇതിനകത്ത് മിനിമം ബാലൻസ് 5000 രൂപ നിങ്ങൾ അക്കൗണ്ടിൽ എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ 20,000 രൂപ നിങ്ങൾ മിനിമം ഒരു 5 ദിവസത്തേക്കോ 6 ദിവസത്തേക്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ എമൗണ്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ആവശ്യമുള്ളത് ഉദ്യം വേണം, നിങ്ങളുടെ ആധാർ കാർഡ് വേണം, നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഇതും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനറ ബാങ്കിൽ ഒരു ബിസിനസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നേ. ഒരുപാട് പേരുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു, പല പല ടൈപ്പ് ചോദ്യങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ഒരു ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനിയും കാര്യങ്ങൾ കൂടുതൽ അറിയണം എന്നുള്ളവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ എൻ്റെ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾ കണക്ട് ചെയ്തേക്കാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ.